السلام عليكم ورحمة الله. بسم الله الرحمن الرحيم. الحمد لله حمدا كثيرا، وأفضل الصلاة وأتم السلام على سيدنا محمد خير البرية وعلى آله وصحبه أهل الفضل والمزية. പ്രിയമുള്ള സഹോദരങ്ങളെ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ഹുബ്ബ് പ്രകടിപ്പിച്ചു കൊണ്ടിരിക്കുന്ന വേളയിലാണ് നാം സംസാരിക്കുന്നത്. സഹാബത്തുൽ കിറാമിൻ്റെ ഹുബ്ബ് പോലുള്ളൊരു ഹുബ്ബ് കാഴ്ചവെക്കാൻ നമുക്കൊരിക്കലും സാധ്യമല്ല. അവരാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സൗന്ദര്യം ആസ്വദിച്ചവർ. അവിടുത്തെ അനക്കങ്ങളും വടക്കങ്ങളും എല്ലാം വീക്ഷിച്ചത്. അതുകൊണ്ട് തന്നെ അവർ കൂടുതൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ മഹബത്ത് വെച്ചു. ഏതെല്ലാം സമയത്ത് റസൂലുള്ളാഹിനെ കാണാൻ പറ്റുമോ, ആ സുന്ദരമായ മുഖത്തേക്ക് നോക്കാൻ പറ്റുമോ എന്ന് അവർ ശ്രമിച്ചു നോക്കി. അങ്ങനെ കാണാൻ വേണ്ടി അവർ സമയം കണ്ടെത്തി. നിസ്കാരത്തിൻ്റെ സമയത്ത് വലഭാഗത്ത് സീറ്റ് കിട്ടാൻ വേണ്ടി അവർ മത്സരിച്ചു. എന്തുകൊണ്ട്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സലാം വീട്ടിക്കഴിഞ്ഞാൽ വലഭാഗത്തേക്ക് തിരിഞ്ഞിട്ടായിരുന്നു ഇരുന്നിരുന്നത്. അപ്പോൾ വലഭാഗത്തേക്ക് തിരിയുമ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ആ മുഖം ശരിക്ക് കാണാമല്ലോ എന്ന നിലക്ക് ഇമാമിൻ്റെ വലഭാഗം തന്നെ സ്ഥലം കണ്ടെത്താൻ വേണ്ടി അവർ ശ്രമിച്ചിരുന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ഖിദ്മത്ത് ചെയ്ത് കൂടിയവരുണ്ട്. അവിടുത്തെ ചെരുപ്പ് വെച്ച് കൊടുക്കാനും, അതുപോലെ തഹജ്ജുദിന് എഴുന്നേൽക്കുന്ന സമയത്ത് വുളൂവിൻ്റെ വെള്ളം അടുപ്പിച്ചു കൊടുക്കാനും, ഇങ്ങനെയുള്ള പല ഖിദ്മത്തിലായി കഴിഞ്ഞവരുണ്ട്. അവർക്ക് എപ്പോഴും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സാമീപ്യം വേണം. റസൂലുള്ളാഹിക്ക് ഖിദ്മത്ത് ചെയ്ത് പുണ്യം നേടണം എന്ന ചിന്താഗതിയാണ്. അങ്ങനെ റസൂലുള്ളാഹിക്ക് സേവനം ചെയ്ത ഒരു സഹാബിയാണ് റബീഅത്ത് അൽ-അസ്ലമി എന്ന് പറയുന്ന സഹാബി. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് തഹജ്ജുദിൻ്റെ സമയത്ത്, പാതിരാ സമയത്ത് റസൂലുള്ളാഹി തഹജ്ജുദ് എഴുന്നേൽക്കുമ്പോൾ അവിടേക്ക് വുളൂവിൻ്റെ വെള്ളം കാര്യങ്ങളൊക്കെ ഒരുക്കി കൊടുത്തിരുന്നത് മഹാനവറുകളാണ്. അതുകൊണ്ട് തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ആ സഹാബിയോട് വലിയ സന്തോഷം തോന്നി, പ്രിയം തോന്നി. അങ്ങനെ സഹാബിയോട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, സലിയ റബീഅ, റബീഅത്തെ എന്ത് വേണമെങ്കിലും ചോദിച്ചോളൂ. എന്ത് വേണമെങ്കിലും ചോദിച്ചോളൂ എന്നാണ്. സൽ എന്നേ പറഞ്ഞോളൂ, ചോദിച്ചോളൂ. എന്ത് ചോദിക്കണം എന്ന് പറഞ്ഞിട്ടില്ല. അപ്പോൾ എന്തും ചോദിക്കാം. അപ്പം ആ സമയത്ത് സഹാബി വര്യർ എന്താണ് ചെയ്തത്? എന്താണ് ചോദിച്ചത്? അസ്അലുക മുറാഫഖതക ഫിൽ ജന്ന. തങ്ങളോട് ഞാൻ ചോദിക്കുന്നത് തങ്ങളെ കൂട്ടം
ഒപ്പമായിരിക്കണം സ്വർഗത്തിൽ തങ്ങളുടെ കൂട്ട്. സ്വർഗത്തിൽ തങ്ങളോടൊപ്പം കൂടാൻ അതാണ് എൻ്റെ ആവശ്യം എന്ന് പറഞ്ഞു. അപ്പം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തിരിച്ചു ചോദിച്ചു, അവ ഗൈറദാലിക, വേറെ ഒന്നുമില്ലേ ചോദിക്കാൻ, ഇതല്ലാത്ത വേറെ? അപ്പോഴും റബീഅത്ത് റളിയല്ലാഹു തആല അൻഹു പറഞ്ഞു, ഹുവദാക്ക്, അത് തന്നെയാണ് എൻ്റെ അതിയായ ആഗ്രഹം, തങ്ങളൊപ്പം കൂടണം സ്വർഗത്തിൽ എന്നുള്ളതാണ്. അപ്പോൾ റബീഅത്ത് റളിയല്ലാഹു അൻഹു ചോദിക്കുന്നത്, ആ സഹാബി ചോദിച്ചത് എന്തെങ്കിലും ദുന്യവിയായ വിഷയമല്ല, സമ്പത്തുണ്ടാവാൻ വേണ്ടിയിട്ടല്ല, വേറൊന്നുമല്ല. പിന്നെന്താണ്? തങ്ങളെ കൂടെ സ്വർഗത്തിൽ കഴിയണം, അതാണ് ഉദ്ദേശം, അതാണ് ചോദിക്കാനുള്ളതെന്ന് പറഞ്ഞപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എന്താ പറഞ്ഞത്? ഫഅഇന്നി അലാ ദാലിക ബികസ്റത്തി സുജൂദ്, എന്നെ അതിൻ്റെ പേരിൽ, അത് നേടിത്തരുന്നതിൻ്റെ പേരിൽ ഞാൻ നേടിത്തരാം, ഞാൻ സാധിപ്പിച്ച് തരാം, പക്ഷേ എൻ്റെ ഭാഗത്തുനിന്ന് അല്പം കൂടി വേണം. അതെന്താണ്? ബികസ്റത്തി സുജൂദ്, സുജൂദ് അധികരിപ്പിച്ചത് കൊണ്ട് എനിക്ക് അതിൻ്റെ പേരിൽ നീ സഹായിക്കണം. ആ നബിതങ്ങളെ കൂടെ കൂടണമെങ്കിൽ, നബിതങ്ങളുടെ കൂട്ട് കിട്ടണമെങ്കിൽ, നബിയെ എപ്പോഴും ആഖിറത്തിൽ വെച്ച് കാണണം എന്നുള്ള ആ ഉദ്ദേശം നടക്കണമെങ്കിൽ എന്ത് വേണം? സുജൂദ് അധികരിപ്പിക്കണം. സുജൂദ് എന്ന് പറഞ്ഞാൽ വെറും സുജൂദ് ഇങ്ങനെ ചെയ്യല്ല, നിസ്കാരം വർദ്ധിപ്പിക്കണം എന്നാണ്. നിസ്കാരത്തിനാണല്ലോ സുജൂദ് ഉള്ളത്. ആ സുജൂദ്, നിസ്കാരത്തിലൂടെ സുജൂദ് അധികരിപ്പിച്ചുകൊണ്ട് എന്ന് പറഞ്ഞാൽ സുന്നത്ത് നിസ്കാരങ്ങൾ കൂടുതൽ നിസ്കരിച്ചുകൊണ്ട് എന്നെ അതിൻ്റെ പേരിൽ നിങ്ങൾ സഹായിക്കണം, നീ സഹായിക്കണം എന്ന് പറഞ്ഞു. ഈ ഹദീസ് നമ്മെ പഠിപ്പിക്കുന്നത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഒപ്പം കൂടണം എന്ന് ആഗ്രഹിക്കാത്തവരാരാ? എല്ലാവരും ആഗ്രഹിക്കുന്നുണ്ട്. പക്ഷെ ആഗ്രഹം മാത്രം പോരാ, നിസ്കരിക്കണം. ഫർദ് നിസ്കാരങ്ങൾ ഏതായാലും വേണം, അതിൻ്റെ പുറത്ത് സുന്നത്ത് നിസ്കാരങ്ങളും നമ്മൾ വർദ്ധിപ്പിക്കണം. എന്നാലേ ആ ഉന്നതമായ സ്ഥാനം നമുക്ക് ലഭിക്കൂ എന്നാണ് ഈ ഹദീസ് നമ്മെ പഠിപ്പിക്കുന്നത്. അതുകൊണ്ട് സഹോദരങ്ങളെ, എന്നെ കേൾക്കുന്ന എല്ലാവരോടും എനിക്ക് പറയാനുള്ളത്, 5 നേരത്തെ നിസ്കാരം, ഫർദ് നിസ്കാരത്തിന് ഒരു മുടക്കം കൂടാതെ നമ്മളത് നിർവഹിച്ചിരിക്കണം. ഖളാ ആക്കാതെ 5 നേരത്തെ നിസ്കാരം നമ്മൾ നിർവഹിച്ചേ പറ്റൂ. എന്നാലേ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുറാഫഖത്ത് നമുക്ക് ലഭിക്കൂ. അതുപോലെ നിസ്കാരത്തിന് ശേഷമുള്ള, ഫർദ് നിസ്കാരങ്ങൾക്ക് ശേഷമുള്ള മുമ്പുള്ള റവാത്തിബ് സുന്നത്തുകളും ദുഹാ, വിത്ർ പോലുള്ള നിസ്കാരങ്ങളും എല്ലാം, എല്ലാ സുന്നത്ത് നിസ്കാരങ്ങളും വർദ്ധിപ്പിച്ച് സുജൂദ്, റബ്ബിക്ക് സുജൂദ് ചെയ്യുന്ന ഒരു മനുഷ്യന് അവൻ്റെ റബ്ബിനോട് ഏറ്റവും അടുക്കുന്ന സമയമാണ് സുജൂദ് എന്ന് പറഞ്ഞത്. സൃഷ്ടാവായ റബ്ബിൻ്റെ മുന്നിൽ തല കുനിച്ച്, തല കൊണ്ട് ഭൂമിയിൽ കൊണ്ട് വെച്ച് അത്രയ്ക്കും താഴ്മ ചെയ്യുന്ന ഒരു അമൽ വേറെ ഇല്ലല്ലോ. റബ്ബിനോട് ഏറ്റവും റബ്ബിനോട് അടുക്കുന്ന ഒരു സമയമാണത്. അങ്ങനെ ആ റബ്ബിനോട് താഴ്മ പ്രകടിപ്പിച്ച് സുജൂദുകൾ അധികരിപ്പിക്കുക നിസ്കാരത്തിലൂടെ. അള്ളാഹുവിൻ്റെ റസൂലിനെ മഹബത്ത് വെക്കുക നമ്മൾ പറഞ്ഞു. ഈ മഹബത്ത് വെക്കുന്ന ഈ സമയത്ത്, അത് ആഘോഷിക്കുന്ന നമ്മുടെ സമയത്ത്, മഹബത്ത് പ്രകടിപ്പിക്കുന്ന ഈ സമയത്ത് നമ്മൾ ഓരോരുത്തരും ചിന്തിക്കേണ്ടത്, നമ്മൾ 5 നേരത്തെ നിസ്കാരം റെഡിയായി ആ സമയത്ത് തന്നെ നിസ്കരിക്കുന്നുണ്ടോ? അതിന് വല്ല തടസ്സവും നമ്മിൽ നിന്നുണ്ടാവുന്നുണ്ടോ? ചിലപ്പോൾ ഉറങ്ങിയതുകൊണ്ടാകാം. എത്രയോ ആളുകളാണ് ഉറങ്ങിയിട്ട് നിസ്കാരം ഖളാക്കുന്നത്. ഉറങ്ങിയിട്ട് നിസ്കാരം ഖളാക്കുന്നവർ എത്ര പേരുണ്ട്?
അസറിൻ്റെ സമയത്തും സുബീൻ്റെ സമയത്തൊക്കെ കിടന്നുറങ്ങിയിട്ട് പ്രധാനപ്പെട്ട 2 നിസ്കാരം ഖളാക്കുന്ന ആളുകൾ എത്രയുണ്ട്? സഹോദരങ്ങളെ, ഈ പരിശുദ്ധ റബീഉൽ അവ്വൽ മാസത്തിൽ ഈ ആഘോഷവേളയിൽ നമ്മൾ പ്രതിജ്ഞ എടുക്കണം. 5 നേരത്തെ നിസ്കാരം ഒരിക്കലും നാം അതിൽ വീഴ്ച വരുത്തില്ല. ആ സമയത്ത് തന്നെ നിസ്കരിക്കുമെന്ന്. ഏത് ഹബീബിനെയാണ് നമ്മൾ സ്നേഹിക്കുന്നത്? ആ ഹബീബ് നമ്മെ ഓർമ്മപ്പെടുത്തിയ കാര്യം ജീവിതകാലത്ത് പലപ്പോഴും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മൾ ഊന്നി പറഞ്ഞ കാര്യമാണ് 5 നേരത്തെ നിസ്കാരത്തെപ്പറ്റി. എന്നാൽ അവിടുന്ന് അവസാനത്തെ ശ്വാസം വലിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് പോലും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചെയ്ത വസിയത്ത് അസ്സലാ അസ്സലാ ഉമ്മത്തി ഉമ്മത്തി അസ്സലാ, എൻ്റെ സമുദായമേ നിസ്കാരത്തിൻ്റെ കാര്യം നിങ്ങൾ ശ്രദ്ധിക്കണം, നിസ്കാരത്തിൻ്റെ കാര്യം നിങ്ങൾ ശ്രദ്ധിക്കണം എന്ന് വസിയത്ത് ചെയ്തിട്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഈ ദുനിയാവിൽ നിന്ന് വിടവാങ്ങിയത്. എത്ര ആളുകളാണ് ഓരോ പ്രശ്നങ്ങൾ പറഞ്ഞിട്ട്, കല്യാണമാണെങ്കിൽ ആ കല്യാണത്തിൻ്റെ പേരിൽ നിസ്കാരം ഖളാക്കുന്നവർ, സഹോദരിമാരും മറ്റുള്ളവരും. അതുപോലെ തന്നെ മരണ വീട്ടിൽ വരെ നിസ്കാരം ഖളാക്കുന്ന ആളുകൾ, എന്തെങ്കിലും ഫംഗ്ഷൻ നടക്കുമ്പോൾ അവിടെ നിസ്കാരം ഖളാക്കുന്ന ആളുകൾ, ജോലിക്ക് പോകുന്ന ആളുകൾ, ജോലി കാരണം പറഞ്ഞുകൊണ്ട് നിസ്കാരം ഖളാക്കുന്നവർ. എന്തെല്ലാം ഇതൊന്നും നിസ്കാരം ഒഴിവാക്കാനുള്ള കാരണങ്ങളാണോ? നിസ്കാരം ഒഴിവാക്കാനുള്ള കാരണമല്ല. ഓരോ നിസ്കാരത്തിനും ഓരോ ടൈം അള്ളാഹു തആല നിശ്ചയിച്ച് തന്നിട്ടില്ല. അള്ളാഹിൻ്റെ റസൂലും ആ സമയത്തിന് നിർവഹിക്കണ്ടേ? ആ സമയത്ത് നമ്മൾ കിടന്നുറങ്ങിയാൽ പറ്റുമോ? നമ്മുടെ താല്പര്യം നോക്കിയാൽ പറ്റുമോ? അപ്പം ആ സമയത്ത് നമ്മൾ ചിന്തിക്കേണ്ടത്, നമ്മൾ അള്ളാഹിൻ്റെ റസൂൽ നമ്മളോട് ചെയ്ത വസിയത്ത് അത് നമ്മളെ ഓർമ്മയിൽ വരണം. അതുകൊണ്ട് ഞാൻ ഒരിക്കലും 5 നേരത്തെ നിസ്കാരം അതിലൊരു വീഴ്ചയും വരുത്തില്ല. അത് കഴിയുന്നവർ പുരുഷന്മാർ പള്ളിയിൽ പോയിട്ട് തന്നെ ജമാഅത്തായിട്ട് നിസ്കരിക്കണമെന്നും സ്ത്രീകൾ ആ സമയത്ത് വീട്ടിൽ വെച്ച് നിസ്കരിക്കണമെന്നൊക്കെ ശരിക്ക് നമ്മൾ പ്രതിജ്ഞയെടുത്ത് ആ നിലക്ക് നമ്മുടെ ജീവിതത്തിൽ ഒരു മാറ്റമുണ്ടാക്കണം. ആ വിഷയത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ നമ്മൾ പിൻപറ്റണം. നമ്മുടെ താല്പര്യങ്ങൾക്കല്ല നമ്മൾ പ്രധാനം കൊടുക്കേണ്ടത്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ താല്പര്യത്തിനാണ്. അങ്ങനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പിൻപറ്റുന്ന, ഫോളോ ചെയ്യുന്ന വിഭാഗത്തിൽ അല്ലാഹു നമ്മെയും ബന്ധപ്പെട്ട എല്ലാ ആളുകളെയും ഉൾപ്പെടുത്തട്ടെ. ഇനി ഇൻഷാ അല്ലാഹ് ഇതിനോട് ചേർത്ത് വെക്കാൻ ഇനിയുമുണ്ട്. ഇൻഷാ അല്ലാഹ് നമുക്ക് പറയാം. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകട്ടെ. റഹ്മാനായ റബ്ബേ, നിന്റെ ഹബീബായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ മദഹ് ചെയ്യാനും മുഹബ്ബത്ത് വെക്കാനും അവിടുത്തെ ഇത്തിബാഇനും ഞങ്ങൾക്ക് നീ തൗഫീഖ് നൽകണേ അല്ലാഹ്. റബ്ബേ, അവിടുത്തെ യഥാർത്ഥ ഉമ്മത്തുകളെ കൂട്ടത്തിൽ ഞങ്ങളെയും ബന്ധപ്പെട്ട എല്ലാ ആളുകളെയും ഉൾപ്പെടുത്തണേ അല്ലാഹ്. അവിടുത്തെ ഷഫാഅത്തിൽ ഞങ്ങൾ ഉൾക്കൊള്ളിക്കണേ അല്ലാഹ്. ഞങ്ങൾക്കും ഞങ്ങളുടെ കുടുംബത്തിൽ ജീവിച്ചിരിക്കുന്ന എല്ലാവർക്കും ആഫിയത്തുള്ള ദീർഘായുസ് നിന്റെ പൊരുത്തത്തിലായി നൽകണേ അല്ലാഹ്. അവർക്കും ഞങ്ങൾക്കും മരണം ഖൈറാകുന്ന സമയത്ത് കലിമ ചൊല്ലി മരിക്കാനുള്ള സൗഭാഗ്യം നൽകണേ അല്ലാഹ്. റഹ്മാനായ റബ്ബേ, മരണപ്പെട്ടു പോയ ആളുകൾക്ക്, ബന്ധുക്കൾക്കും മറ്റ് ഇഷ്ടജനങ്ങൾക്കും എല്ലാവർക്കും നീ മഗ്ഫിറത്തും മർഹമത്തും നൽകണേ അല്ലാഹ്. എല്ലാ ഉദ്ദേശങ്ങളും നീ സാധിപ്പിക്കണേ അല്ലാഹ്. രോഗങ്ങളൊക്കെ ശിഫയാക്കണേ അല്ലാഹ്. മാരകമായ രോഗങ്ങളെ തൊട്ട് കാക്കണേ അല്ലാഹ്. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. വസല്ലല്ലാഹു വസല്ലമ അലാ സയ്യിദിനാ മുഹമ്മദിൻ വആലിഹി വസഹ്ബിഹി അജ്മഈൻ. സുബ്ഹാന റബ്ബിക റബ്ബിൽ ഇസ്സത്തി അമ്മാ യസിഫൂൻ വസലാമുൻ അലൽ മുർസലീൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.